പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ തുടരുകയാണ്. ഇനി സമയം വളരെ കുറവാണ്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ വളരെ വേഗത്തിൽ പോകാം. ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെ BJP കഴിഞ്ഞ തവണ 11 സീറ്റുകൾ നേടിയ ഇടമാണ്. അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് നോക്കാം. ജാർഖണ്ഡിനെ സംബന്ധിച്ച് BJPക്ക് ഇക്കുറിയും വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. 5 മുതൽ 10 വരെ സീറ്റുകൾ ഉറപ്പായും നേടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നു. അവിടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ അറസ്റ്റും തിരിച്ചടിയും ഒക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ ഒരു വൈകാരികതയൊന്നും കാര്യമായ രീതിയിലേക്ക് ഒരു മുന്നേറ്റമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ ഈ JMMനകത്തുള്ള വലിയ തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ ഉള്ള തർക്കങ്ങൾ നിൽക്കുകയാണ്. കോൺഗ്രസുമായിട്ടുള്ള ഐക്യത്തിലും ഒക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും എല്ലാ തലത്തിലും നിലനിൽക്കുന്നുണ്ട്. അവിടെ 3 മുതൽ 5 സീറ്റ് വരെ മാത്രമാണ് പരമാവധി നേടാൻ കഴിയുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിനെ സംബന്ധിച്ചാണ് പഞ്ചാബിന് ഇന്ത്യ മുന്നണിക്ക് മറ്റ് പ്രതീക്ഷയുള്ള ഒരു വലിയ സംസ്ഥാനം പഞ്ചാബാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ സീറ്റിൽ 13 വരെ വേണമെങ്കിൽ കിട്ടാം എന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. 10 ഏറ്റവും കുറവ് 10ലേക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്നും. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലെ ഈ ആകെ മണ്ഡലങ്ങൾ വരുന്നതിനകത്ത് ഒരു 3-4 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPയെ സംബന്ധിച്ച് BJPക്ക് ആ തരത്തിലേക്ക് ഒരു കടുത്ത മത്സരം ഉയർത്താൻ ഇത്തവണ കർഷക വിരുദ്ധ വിഷയങ്ങളൊക്കെ BJPക്ക് എതിരായിട്ടുള്ള വികാരങ്ങളുണ്ട്. ആകെ അവിടെ ഹരിയാനയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ദളിത് വിഭാഗങ്ങളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ദേഹ്രാ സച്ച സൗദ എന്ന് പറയുന്ന നമ്മുടെ ഗുർമീത് സിംഗിന്റെ വിഭാഗമൊക്കെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. പഞ്ചാബിൽ അങ്ങനെ ഒരു പരസ്യമായ നിലപാടിലേക്കൊന്നും ഒന്നിൽ നിന്ന് എത്ര സീറ്റിലേക്ക് പോകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ട്. അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമോ ഭരണത്തിന്റെ ഒരു നേട്ടമുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമാണുള്ളത്. പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഹീറോ ആയിട്ട് നിൽക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. സ്വാഭാവികമായും കർഷക സമരങ്ങളിലൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു നാട് പഞ്ചാബാണ്. ആ പഞ്ചാബിൽ വലിയ സമ്പൂർണ്ണ വിജയത്തിലേക്ക് പഞ്ചാബിൽ നേടാനാവും എന്നുള്ളൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഇനി ആം ആദ്മി പാർട്ടിയുടെ ഏതെങ്കിലും സീറ്റ് വിട്ടുപോയാൽ തന്നെ അത് കോൺഗ്രസിലേക്ക് എത്തും, അത് BJPയിലേക്ക് എത്തില്ല. ഛത്തീസ്ഗഡിലെ 11 സീറ്റിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ തവണ BJP 9 സീറ്റ് നേടിയ ഇടത്ത് ഇത്തവണ എന്ത് സംഭവിക്കും? ഇന്ത്യ മുന്നണിക്ക് അവിടെ പ്രതീക്ഷിക്കാൻ വല്ലതുമുണ്ടോ? ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും കോൺഗ്രസിന്റെ ഭരണം ഇരിക്കുമ്പോൾ തന്നെയാണ് ഛത്തീസ്ഗഡിൽ NDA ഒരു വലിയ വിജയം നേടിയത്. ഏറെക്കുറെ സമ്പൂർണ്ണമെന്ന് പറയാവുന്ന ഒരു വിജയത്തിലേക്ക് അവർ നേടിയെടുത്തത്. ഇത്തവണയും ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം NDA മുന്നണി 6 മുതൽ 11 സീറ്റുകൾ വരെ അവർ ഉറപ്പിക്കുന്നു. 11 സീറ്റുകളും അവർക്ക് തന്നെ ലഭിക്കും. സമ്പൂർണ്ണ വിജയത്തിലേക്ക് അവർ എത്തും എന്നുള്ളത് 11 സീറ്റുകളാണുള്ളത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോഴും അവിടെ ഈ പറയുന്നത് പോലെ അവിടെയും കാര്യമായ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും സീറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്ന് പോലും അവർ കണക്കൂട്ടുന്നുണ്ട്. അവിടെ ഛത്തീസ്ഗഡിൽ ചിലപ്പോൾ ഒരു സീറ്റും ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഛത്തീസ്ഗഡിലുണ്ട്. BJP വളരെ മുൻകൂട്ടി തന്നെ അവിടെ സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുകയും അവിടുത്തെ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ജാതി സമവാക്യങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകമായി പരിശോധിക്കുന്നു. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലടക്കം അത് പരിശോധിക്കുന്നു. ആ മന്ത്രിസഭയെക്കുറിച്ച് അങ്ങനെ കാര്യമായ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഛത്തീസ്ഗഡിൽ BJPക്ക് അങ്ങനെ ഒരു കോൺഗ്രസ് ആ തിരിച്ചടിയിൽ നിന്ന് ഇപ്പോഴും കോൺഗ്രസിന് ഒരു ബാഗേൽ സർക്കാരിന്റെ തിരിച്ചടിയിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലെ 10 സീറ്റ് കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനമാണ് ഹരിയാന. അവിടെ BJP ഇപ്പോൾ 3 മുതൽ 8 വരെ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഒരു സമ്പൂർണ്ണ വിജയം അവിടെ ഉണ്ടാവില്ല എന്ന് NDA ക്യാമ്പ് തന്നെ ഭയക്കുന്നു. 2 ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന പേടിയായിരിക്കാം. അവിടെ രണ്ട് വിഷയങ്ങളാണ് അവിടെ BJPക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ തിരിച്ചടിയാൻ സാധ്യതയുള്ളത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയമായിരുന്നു. 10 സീറ്റും നേടിയത് ഹരിയാനയിൽ BJP ആണ്. അവിടെ നിന്ന് BJPക്ക് കർഷക സമരത്തിന് ഈ പറയുന്ന പോലെ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ UP എന്നുള്ളതാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ നിർണായകമാണ്. അവിടുത്തെ BJPക്ക് ഒപ്പം നിന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി ഇപ്പോൾ BJP വിട്ടുപോയിരിക്കുന്നു. സ്വാഭാവികമായും ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി ശ്രമിക്കുക BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള അജണ്ടയിലേക്കാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസിനുള്ളിലാണെങ്കിൽ വലിയ തോതിലുള്ള ഐക്യമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിലേക്ക് ദേശീയ നേതൃത്വം തന്നെ ഹരിയാനയിൽ വേണമെങ്കിൽ പിടിച്ചാൽ തിരിച്ചു കിട്ടാനുള്ള സംസ്ഥാനമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് ആ ശക്തമായ വേരുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്ന് ക്യാപ്റ്റൻ പോയിട്ട് പോലും അവർക്ക് അവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ സഖ്യത്തിലേക്ക് വരാമെന്ന് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് ദുഷ്യന്ത് ചൗത്താല പറയുമ്പോൾ പോലും അതിന് മുതിരുന്നില്ല. ദുഷ്യന്ത് ചൗത്താല ആ ഒരു പരീക്ഷണത്തിന് മുതിരാത്തത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി വീണ്ടും BJPക്ക് ഒരു വിജയം ഉണ്ടാവരുത്.